ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ്ലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് എ ബി ആൻഡ് സി ബി ദ സെറ്റ് സച്ച് ദാറ്റ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി. ഷോ ദാറ്റ് ബി ഈസ് ഈക്വൽ ടു സി. ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി. നമ്മൾ ബി ഈസ് ഈക്വൽ ടു സി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ബി ഈസ് ഈക്വൽ ടു സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. എന്താണ്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സി. ഇത് നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഞാൻ ഇൻ്റർസെക്ഷൻ ബി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എ യൂണിയൻ ബി intersection B is equal to A union C intersection B. അതായത് ഈ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഉള്ള ഈ രണ്ടിൻ്റെയും കൂടെ ഞാൻ ഇൻ്റർസെക്ഷൻ ബി എടുത്തു. അപ്പോൾ നിങ്ങൾ ഒന്ന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോ. ടേക്കിംഗ് ഇൻ്റർസെക്ഷൻ വിത്ത് ബി ബോത്ത് സൈഡ്സ്. അപ്പോൾ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി എന്ത് വരും? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലേ. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും കൂടെ ചേരുന്നതാണ് എ യൂണിയൻ ബി. അതിൻ്റെ കൂടെ ഇന്റർസെക്ഷൻ ബിയും കൂടെ ആയാൽ എന്ത് വരും? ബി തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഒരു സിമ്പിൾ ഒരു സെറ്റ് എടുക്കാം. എ ഈസ് ഈക്വൽ ടു 1,2, ബി ഈസ് ഈക്വൽ ടു 3,4. ഇവിടെ എ യൂണിയൻ ബി എന്ത് വരും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1, 2, 3, 4 വരും അല്ലേ. ഇനി ഈ എ യൂണിയൻ ബിയുടെ കൂടെ ഇന്റർസെക്ഷൻ ബിയും കൂടെ ചേർന്നാലോ? അപ്പോൾ ഇതിനകത്തും കോമൺ ആയിട്ടുള്ള മാത്രം എടുക്കും. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം ഈ എ യൂണിയൻ ബിയും കൂടെയുള്ള ഇന്റർസെക്ഷൻ അതെന്താണ്? 3,4. 3,4 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തിരുന്നു. അപ്പോൾ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. അപ്പോൾ ഇതിന് പകരം ഞാൻ എന്തെഴുതുന്നു? ബി എന്നെഴുതുന്നു. ബി ഇസ് ഈക്വൽ ടു ഇതെന്താണ്? എ യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി വീണ്ടും ഇതിൻ്റെ കൂടെ ഞാൻ ഇൻ്റർസെക്ഷൻ സി ചേർത്തിട്ട് ചെയ്യുന്നു. ദെൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സി. ഇത് നമുക്ക് ഗിവൺ ആണ്. ഇതിൻ്റെ കൂടെ എ യൂണിയൻ ബിയുടെ കൂടെ ഞാൻ ഇൻ്റർസെക്ഷൻ സി എടുക്കുന്നു. ബോത്ത് സൈഡിലും എ യൂണിയൻ സി ഇൻ്റർസെക്ഷൻ സി. ഇതേ സ്റ്റെപ്പ് തന്നെ താഴെ എഴുതുക. ടേക്കിംഗ് ഇന്റർസെക്ഷൻ വിത്ത് സി ബോത്ത് സൈഡ്സ്. ഇതപ്പോൾ എന്താവും? എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു ഇവിടെ എടുത്തതുപോലെ തന്നെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി എന്തായിരുന്നു? ബി ആയി. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ സി ഇന്റർസെക്ഷൻ സി എന്താവും? സി ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിയാൽ ഇത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി എന്നാണ്. ഇവിടെ എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്നാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എ ഇന്റർസെക്ഷൻ സിക്ക് പകരം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എ ഇന്റർസെക്ഷൻ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി is equal to C. അതേപോലെ ഇവിടെ നോക്കിയേ സി ഇന്റർസെക്ഷൻ ബി ആണ് അല്ലേ. അപ്പം നമുക്ക് വേണേ ബി ഇന്റർസെക്ഷൻ സിയെ നമുക്ക് എങ്ങനെ എഴുതാം? സി ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. സി ഇന്റർസെക്ഷൻ ബി. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. റീസൺ എ ഇന്റർസെക്ഷൻ ബി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എ ഇന്റർസെക്ഷൻ സിക്ക് പകരം ഞാൻ എ ഇന്റർസെക്ഷൻ ബി എഴുതിയത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി 1ഉം 2ഉം കൂടെ എടുത്താലോ? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി. ഇവിടെയും എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ സി. രണ്ട് ഒരേപോലെയാണ്.
അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ബി ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതാം. ഫ്രം 1 and 2 വി ഗെറ്റ് ബി ഈസ് ഈക്വൽ ടു സി അല്ലേ? എന്നിട്ട് എന്തെഴുതാം? ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന്? വളരെ സിമ്പിളാണ്. ഫസ്റ്റ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ സിയുടെ കൂടെ ഇൻ്റർസെക്ഷൻ ബി കൊടുക്കുന്നു, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. പിന്നെ നമ്മൾ ഇൻ്റർസെക്ഷൻ സി കൊടുക്കുന്നു, അപ്പോഴും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളിടത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എ ഇൻ്റർസെക്ഷൻ സി ആദ്യമേ കൊടുക്കാം. രണ്ടാമത്തതിൽ കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ ഇത് എന്താവും? എ ഇൻ്റർസെക്ഷൻ ബിക്ക് പകരം എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി എന്നാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഈക്വലാക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.